ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ സമയം രാവിലെ 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ സർജറിയുടെ ദിവസം വന്നിട്ട് അല്ലേ അമ്മ? അപ്പോൾ ചക്കരെ പോവല്ലേ എന്നാൽ? എന്നാൽ ഇറങ്ങിക്കോടി. 6 മണിക്ക് 6:30 എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര നേരത്തെ പോയാൽ നമ്മൾ അത്രയും നേരത്തെ എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഞാനും ഉമ്മായും ചക്കരയും കൂടിയാണ് പോണത്. ഉമ്മയുടെ ഉമ്മായും പിന്നെ മേമായും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിവിടെ എന്തായാലും ഇവിടെ നിൽക്കുകയാണ്. കാരണം ഫുഡ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ കുട്ടീനെ നോക്കാനൊക്കെ മേമായും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം മോളെ കൊണ്ട് പോലും നടക്കൂല, മോളെ ഉറങ്ങി കിടക്കുകയാണ് കേട്ടോ. ഇറങ്ങണ സമയമായപ്പോൾ അവിടെ കറക്റ്റ് എഴുന്നേറ്റു ഒക്കെ മനസ്സിലാക്കി തോന്നുന്നത്. അപ്പോൾ അവളെ കൊണ്ട് അതിന് പോലും നടക്കൂല. എഴുന്നേറ്റപ്പോൾ മേമ കുട്ടീനെ ഉറക്കുകയാണ്. എന്നാലും നമുക്ക് ഇറങ്ങിയാലോ? നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ പോവുകയൊക്കെ ചെയ്യാം. സാധനങ്ങൾ എടുത്തോ? അതിനുള്ളത് മതി. കാരണം നമുക്കിപ്പോൾ രാവിലെ അഡ്മിറ്റ് ആയാലും വൈകുന്നേരം ഡിസ്ചാർജ് ആവുമല്ലോ, അധികം നിൽക്കാനൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇറങ്ങിയാലോ? എന്നാ വരി ഇറങ്ങിക്കോളി. എന്നാൽ പോയി വരാം. ശരി, അസ്സലാമു അലൈക്കും. ഓക്കെ, ഇറങ്ങിക്കോളി. ഗേറ്റ് അടച്ചോളൂ, നായ്ക്കളുണ്ടാവും. കുട്ടി കരയോ ഇപ്പൊ തന്നെ? ഇപ്പൊ കൊണ്ടുപോയിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയാലും കരയേ ഉള്ളൂ. കാരണം തൊട്ടില്ലെങ്കിലും ടാട്ടും ചെയ്യാം, പിന്നെ ഫുഡ് കൊടുക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ. കാരണം നമ്മളെ പോയി എന്തായാലും വൈകുന്നേരം ആവും വരാൻ. എനിക്ക് തോന്നണില്ല അതുവരെ അവിടെ നിൽക്കുന്നു. ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡി എൻ സി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തായാലും 4-5 മണിക്കൂറുള്ള ഒബ്സർവേഷൻ റൂമിലോ വാർഡിലോ റൂമിലോ ഒക്കെ ഏറ്റവും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും അതിന് ടൈം എടുക്കും. അപ്പോൾ കരയോ എന്താ പാടെന്ന് അറിയില്ല കേട്ടോ. സമാധാനമുണ്ട്. നമുക്കിവിടെ അടുത്തും കൂടി ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എന്തുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അടുത്ത് ആക്സസ് ഉള്ളതുകൊണ്ട് വേഗം പോയി വരാം. ഒരു കൊതു കയറിയില്ലേ കാറിൻ്റെ ഉള്ളിൽ? അപ്പോൾ നമുക്കെന്നാ പോയി വരാം അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പോയി വരാം. പോയിട്ട് ഇനിയിപ്പോൾ ഭക്ഷണം ഇനി ഇന്നലെ രാത്രിക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ ചക്കരെ? 9:30 കഴിച്ചിട്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാത്രി 12-10 മണിക്ക് ശേഷം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചെന്നിട്ട് അവിടെ എന്താണെന്നുള്ളത് ഇനി അവിടെ അനസ്തേഷ്യൻ്റെയും ഡോക്ടർമാരൊക്കെ പറയണത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്നാലും പോവാം. നമുക്ക് പോവാം. പോയിട്ട് ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ ഒക്കെ റാത്താവട്ടെ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ല, ശൂന്യമായിട്ട് കിടക്കുകയാണ്. കുറച്ചുകൂടി കഴിയണം തിരക്ക് വരണമെങ്കിൽ. നിങ്ങളങ്ങോട്ട് നിൽക്കി, ഞാനേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതായിരുന്നു. ഓക്കെ, കാർഡും മറ്റേ ഫയലെല്ലാം എടുത്തല്ലോ ചക്കര കയ്യിൽ ഉണ്ട്. മറ്റേ ഫയലുകളൊക്കെ എടുത്തില്ലേ? അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. ഓക്കെ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തായിരുന്നു കേസ്. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ വന്നിട്ട്. അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അടുത്തെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കാര്യത്തിനും പെട്ടെന്ന് തന്നെ വരാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ഉള്ളിൽ കയറി ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി ഫയൽ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കയറിയിട്ട് നമുക്ക് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മളെ ഗൈനക്കിൻ്റെ ഡോക്ടർ ഈ നേരത്ത് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്നറിയില്ല. പക്ഷേ എന്നാലും ഡോക്ടറിൻ്റെ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും സമയത്ത് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മളോട് ഈ നേരത്ത് വരാൻ പറഞ്ഞത്. അപ്പോൾ കയറിയിട്ട് നമുക്ക് നോക്കിയേക്കാം. വരി. അങ്ങനെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞ ഗൈനക്കിൻ്റെ വാർഡിൽ ചെല്ലാനാണ് പറഞ്ഞത്. നമ്മൾ അനസ്തേഷ്യനെയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞായിരുന്നു മിനിങ്ങാന്ന്. അപ്പോൾ നമ്മുടെ ഫയല് ഗൈനക്കിൻ്റെ വാർഡിലാണ് ഉള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. മറ്റേ സ്കാനിങ്ങും ബ്ലഡ് ചെക്കിങ്ങും ECG യും എക്സ്റേയും എല്ലാം അവിടെയാണ് ഉള്ളത്. ഓക്കെ, ഇറങ്ങിക്കൊടി. എത്തി. ചക്കരെ പേടിയുണ്ടോ? പേടിയില്ല, ചെറിയൊരു ഭയം മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ ചക്കരെ പറയാനുള്ളത് എന്താണെന്നറിയോ? മഴ പെയ്തിട്ട് നനഞ്ഞില്ല, പിന്നെയാണോ മരം പെയ്തിട്ട് നോക്കണം? മരം പെയ്യുമ്പോഴാണ് പേടിയെന്ന് പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ആ വെറുതെ പേടിച്ചിട്ട് ഇതുണ്ട്. അപ്പോൾ നിനക്ക് നല്ല ഇടീൻ്റെ കുറവുണ്ട്, അപ്പോൾ റെഡിയാവും. ഉമ്മ വിളിച്ചോ? നീ എടുക്കാനില്ലെന്നല്ലേ ഉള്ളൂ, നമ്മളൊക്കെ പിന്നെ ഇവിടെ ഉണ്ടല്ലോ. ആ ആ അത് വിളിച്ചോട്ടെ. ഇന്നലെ നൗഫലൊക്കെ വരണത്. ഇന്ന് നൗഫൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മരുന്ന് ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ എത്തുമെന്ന് പറഞ്ഞു. അവർ കണ്ണൂരാണ്. എന്നോട് പറഞ്ഞു പിന്നീട് ഉച്ചയ്ക്ക് പിന്നെ അവിടെ എത്തും, അപ്പോൾ എത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക പറഞ്ഞു. അല്ല അപ്പോൾ അവരെന്തായാലും യാത്ര കഴിഞ്ഞപ്പോൾ ഇന്നലെ എത്തുമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഏതായാലും നമ്മളെ നോക്കിക്കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരേതായാലും സേഫായിട്ട് എത്തട്ടെ. ആ ചെറിയ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് വരണമല്ലേ, അപ്പോൾ അവരൊരു കുഴപ്പമില്ലാതെ എത്തട്ടെ. വിളിച്ചു ഇന്നലെ മെസ്സേജ് അയച്ചു രാത്രിക്ക്. ഓക്കെ, അപ്പോൾ കേസ് ഇതാണ് ഗൈനക്കിൻ്റെ വാർഡ് വന്നിട്ട്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ, നമുക്ക് നമ്മൾ തന്നെയുള്ളൂ. സിസ്റ്റർമാരിവിടെ ഉണ്ടായിരുന്നു, അവരിപ്പോൾ അത് ലേബർ റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഏത് ഒ പി തുടങ്ങിയില്ല, ഒ പി 10 മണിയൊക്കെ ആവൂലേ, അപ്പോഴത്തേക്കും തിരക്കും ആളും ആവും. എന്നാലും വാർഡ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അമ്മ. വാർഡിൽ കാര്യമായിട്ട് ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവില്ല. ആ റൂമിലാണ്, റൂമും ഉണ്ട്, റൂം സെറ്റപ്പും ഉണ്ട്, വാർഡും ഒക്കെ ഉണ്ട്. വാർഡൊക്കെ കറക്റ്റ് റൂമിന് തുല്യം തന്നെയാണ്. ഇവിടെ സിസ്റ്റർമാരതാ അവിടെ ഇതുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഒബ്സർവേഷൻ ഉണ്ടാവും, അത് ഇവിടെ തന്നെയാവും. DNC കഴിഞ്ഞിട്ടേ അതിൻ്റെ ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ ഗൈനക്കിൻ്റെ വാർഡിൽ തന്നെയാവും. ഓക്കെ, അപ്പോൾ നേരെ അതാ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ചായ കുടിച്ചു അല്ലേ? ഞാനും ചായ കുടിച്ചു. ഒന്നും കുടിക്കാത്ത ചക്കരയാണ്. ചക്കരയ്ക്ക് ഇപ്പോൾ എന്താ ഗുളിക എന്തൊക്കെ തരുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എന്തൊക്കെയോ തരും. അങ്ങനെ പക്ഷെ ഇതിപ്പോൾ നോമ്പ് നോക്കണമാതിരി പട്ടിണി കിടക്കണമൊന്നുമില്ല. അല്ലേ, നോമ്പ് നോക്കണമാതിരി പട്ടിണി കിടക്കണ്ട. വെള്ളം കുടിക്കാം, വെള്ളം അല്ല ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. നോമ്പ് നോക്കണമാതിരി ഇരിക്കണമെന്നൊന്നും ആവശ്യമില്ല. അത് ശരി. അവിടെ ഇവിടെ നേഴ്സുമാർ സിസ്റ്റർമാർ വരുമ്പോൾ ചോദിച്ചു നോക്കാം. എനിക്കൊന്ന് ഇവർ തന്നെ തരും. അത് ശരി. അങ്ങനെ അപ്പോൾ അതെല്ലാം സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ലാബ് അസിസ്റ്റൻ്റ് കയ്യിൽ കുത്ത് കിട്ടിയോ? നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇത് ട്രിപ്പിൻ്റെ സൂചി കുത്താൻ വന്നപ്പോൾ ഉമ്മ പിന്നെ ചക്കരയൊക്കെ പറഞ്ഞു എന്താണ് പേടിയാണ് എന്ന്. അതിൽ ഉമ്മ പറഞ്ഞു എന്ത് ചക്കര ഇതേപോലെ എല്ലാവരും കുത്തിയത്. ഇപ്പോൾ മയക്കെടുക്കാൻ വന്നപ്പോൾ എനിക്ക് പേടിയാണോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ചോദിച്ചു നേഴ്സാണോ എന്ന്. അപ്പോൾ പറഞ്ഞു അല്ല ലാബ് അസിസ്റ്റൻ്റ് ആണ് എന്ന്. എന്നാലും ലാബ് അസിസ്റ്റൻ്റ് ഒരു കുത്ത് കിട്ടി. ഇവിടെ ഒപ്പിട് സ്വത്തുവകകളെല്ലാം എഴുതിയെടുക്കുകയാണ് എന്നുള്ളതാണ്. ചക്കരൻ്റെ സ്വത്തുവകകളെല്ലാം എഴുതിയെടുക്കുകയാണ് എന്നുള്ളതാണ് ചക്കരെ. ധൈര്യമായിട്ട് നല്ല സത്യത്തിലുള്ള ഒപ്പിട്, കള്ള ഒപ്പിടല്ലേ, സത്യത്തിലുള്ള ഒപ്പിട്. ഇവിടെ ഇട്ടിട്ട് വേഗം ഇട് ആ കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ സമ്മതപത്രമാണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ രോഗിയുടെ ഒപ്പ്, ഒന്നിൽ ബൈസ്റ്റാൻഡറിൻ്റെ ഒപ്പ്, അങ്ങനെ 2 ആൾക്കാരുടെ ഒപ്പും വേണം. മറ്റേ ഡോക്ടറുടെ ഒപ്പ് അത് ഡോക്ടർ ഇട്ടിട്ടുണ്ട്, അത് നമ്മളിടാൻ നിൽക്കണ്ട. മരുന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് വേദന ഉണ്ടോ? ഇല്ലോ, വേദനയ്ക്ക് എന്താ ഇപ്പോൾ പ്രസവത്തിൻ്റെ മരുന്ന് വെച്ചിരിക്കണ്. അതുപോലെ തന്നെ ഈ PCOD അഥവാ ഈ ഒരു PCOS എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത്ര ഇതാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്കറിയാവണത് പിന്നെ ചക്കര വഴി തന്നെയാണ് എനിക്കത് അറിയാൻ പറ്റിയതും. അല്ലാതെ നമുക്കിപ്പോൾ അതിന് മുന്നേ എന്തായാലും എനിക്കിതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചാൽ ഈ റെഗുലറായിട്ടുള്ള ഒരു പീരിയഡ് ടൈം ഇതായിരുന്നു അറിയാവുന്നത്. പക്ഷേ അതൊക്കും മേലെ ഇതിന് ഇങ്ങനെയൊക്കെ കുറച്ച് മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഭാവങ്ങൾ ഉണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് അറിയണത് കേട്ടോ. ഈ ഒരു ലെവലിലേക്കൊക്കെ ഉണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ടിഷ്യൂസ് റിമൂവ് ചെയ്യണ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു DNC പിന്നെ പരിപാടി തന്നെ പറയുന്ന സംഭവം. ഒരു സർജറി എന്ന് പറയുന്ന സംഭവം, പിന്നെ ഓപ്പൺ സർജറി കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ തന്നെയുള്ള സർജറി സംഭവം തന്നെയാണ്. അപ്പോൾ ചെറിയൊരു സർജറി അത്ര തന്നെയാണ് സംഭവം.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ്, ശരിയല്ലേ? അതായത് നമുക്ക് അറിയാത്ത ഏതൊരു കാര്യവും നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാത്ത ഏതൊരു കാര്യവും നമ്മളെ മുന്നിലേക്ക് വരുമ്പോഴാവും, അല്ലെങ്കിൽ അവനാనికి വരുമ്പോഴാവും അത് അവനാനും മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള ഫിസിയോളജിക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇങ്ങനെയൊക്കെ വരും, ഇതിൻ്റെ വരായികൾ, അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഒക്കെ നോക്കിയിരിക്കണം, കരുതിയിരിക്കണം നമുക്ക് പറയാമല്ലോ. അപ്പോൾ എന്തായാലും ആർക്കും വരാതിരിക്കട്ടെ ഒന്നും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കക്കുറവ്, വ്യായാമക്കുറവ്, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഭക്ഷണത്തിൻ്റെ രീതികൾ, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് മെയിൻ. അപ്പോൾ പണ്ടുള്ളവർക്കൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതേമാതിരി പിന്നെ എന്താണ് ഇങ്ങനത്തെ ഇപ്പോഴത്തെ പോലത്തെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡുകളില്ല. പിന്നെ കൂടുതലും നടന്നിട്ടും വൃത്തിയിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും അവനവന് 2-3 വണ്ടികളുണ്ട്. അതേപോലെ തന്നെ വ്യായാമക്കുറവുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ശരി തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിനുള്ള കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലും നമുക്ക് ഇനിയങ്ങോട്ട്, അതായത് ഇനി മുതലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് ഉണ്ടെങ്കിൽ മെയിനായിട്ട് തടി കമ്മിയാക്കാൻ നോക്കുക കേട്ടോ. കാരണം നമ്മളോട് ഡോക്ടർ പറഞ്ഞാൽ അത് തന്നെയാണ്, തടി നല്ലപോലെ കമ്മിയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ BMI ഉണ്ടാവും, അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള സംഭവമുണ്ട്. നമ്മൾ ഹൈറ്റിനൊത്ത വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റിനൊത്ത ഹൈറ്റ്, ഇത് രണ്ടും ടാലി ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഉണ്ട് പക്ഷേ അതിനുള്ള വെയിറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് BMI തെറ്റാണ്. അതേപോലെ തന്നെ ചക്കരയ്ക്ക് ഹൈറ്റ് കമ്മിയാണ് പക്ഷേ അതിലേറെ വെയിറ്റ് ഉണ്ട്, അപ്പോൾ അവൾക്കും BMI തെറ്റാണ്. അപ്പോൾ ഒരു PCOD ഉള്ള ആളായതുകൊണ്ട് ആ ഹൈറ്റിനുള്ള വെയിറ്റ് മാത്രമേ പാടുള്ളൂ, അതിലേറിയാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ഇനി മുതൽ കമ്മിയാക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം, ഡയറ്റ് എടുക്കാനുണ്ട്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇനി വഴിയെ നോക്കണം. ഞാനിവിടെ നിന്നിട്ട് ഒക്കെ റെഡിയാക്കണം. കാരണം അവനാൻ്റെ കാര്യം അവനാ തന്നെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. അതിപ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചിട്ടോ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ കൊണ്ട് പറ്റണമൊക്കെ ഞാനും ചെയ്തു കൊടുക്കണം. അങ്ങനെ തന്നെയാണ് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനും അമ്മായും പുറത്തോട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളിലുണ്ട് ചക്കര. നമ്മളോട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഡോക്ടർമാർ ഇരിക്കുന്ന ഗൈനക്കിൻ്റെ ഏരിയ കേട്ടോ. OP ഇവിടെയാണ് നമ്മൾ ചക്കരയ്ക്ക് 3 മാസം വരെയും പ്രഗ്നൻസി ടൈമിൽ, ക്യാരിയിങ് ടൈമിൽ 3 മാസം വരെയും ഇവിടെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഡോക്ടറെയാണ് നമ്മൾ അനിത മാഡത്തിനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ 3 മാസമല്ല 7 മാസം വരെ വിളിച്ചുകൊണ്ട് പോണത് വരെ ഇവിടെയാണ് കാണിച്ചത്. അതിന് ശേഷം നമ്മൾ പിന്നെ പെരിന്തൽമണ്ണയ്ക്ക് മാറിയതാണ്, അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ ഡോക്ടർ തന്നെയാണ് കേട്ടോ ഒന്ന് ഈ കേസും നോക്കുന്നത്, ആൾ തന്നെയാണ് ഈ കേസ് നോക്കുന്നത്. അടിപൊളി ഡോക്ടറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളത്ര ഇതായതുകൊണ്ടാണ് വീണ്ടും ആളെ തന്നെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ OP തുടങ്ങുമ്പോൾ എന്തായാലും 9:30 മണിയൊക്കെ ആവും ഡോക്ടേഴ്സ് വരുമ്പോൾ 9:30-10 മണിയായ ടൈം ആവും. അപ്പോൾ തന്നെ ഇവിടത്തേക്ക് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആരുമില്ല കേട്ടോ, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വരും, കുറച്ചുകൂടി ക്രൗഡാവും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള തിരക്കുകൾ ഇപ്പോൾ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒന്നും കൂടിയൊക്കെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നമ്മളെ വീഡിയോ കാണുന്ന ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാ പിന്നെ സർവീസ് സേവനങ്ങളും ഡോക്ടേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ചക്കരയ്ക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ നോക്കി നോക്കാം. അപ്പോൾ അത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്, കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ മാറി. ഇവിടുത്തെ യൂണിഫോം ആയോ? ഇത് ആ തിയേറ്ററിലേക്കുള്ള ഡ്രസ്സാവില്ലേ? അത് ശരി. അപ്പോൾ അത് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉണ്ടല്ലേ? ഇതെന്തിനുള്ളതാ? ഇതെന്തിനുള്ളതമ്മ ഈ ഡ്രിപ്പ് ഇട്ടേക്കണേ? ഇതൊക്കെ അറിയില്ലേ? അതെന്താ ഇട്ടുണ്ടെന്നതാ? മടക്കി വയ്ക്കാനായി? ആ എന്ത് ബാഗോ? ഒന്ന് അതാ ഇവിടെ തിരിക്കും. ബാഗ് ഇറക്കി പോരെ.
വലുതായില്ല ഒന്നും കൂടി? ആ ഓക്കെ. കൈ വേദന ഉണ്ടോ? ഇല്ലല്ലോ. ഗുളിക വെള്ളം എന്തെങ്കിലും തന്നോ? അത് മെല്ലിട്ടുള്ളടി. അല്ല, ഗുളിക വെള്ളം എന്തെങ്കിലും തന്നോ? ഒന്നില്ല. ദാഹിക്കുണ്ടോ? കുഴപ്പമില്ല. അല്ല, ഇത് പേടിക്കാമെന്നില്ല. ഇതിപ്പോൾ കഴിയും. ചെറിയ പരിപാടി. ഇതെന്താ ശരിക്കും അറിയോ? ടിഷ്യൂസ് റിമൂവ് ചെയ്യണ പരിപാടിയാണിത്. ഞാൻ നോക്കി ഇതിനെ പറ്റിയിട്ട്. നമ്മളിപ്പോൾ അറിയണമല്ലോ ഇപ്പോൾ എന്താണെന്ന്. അതാണ് സംഭവം. അല്ലാതെ വേറെ റോക്കറ്റ് സയൻസുള്ള പരിപാടിയൊന്നുമില്ല. ഈ നെറ്റ് ക്യാബ് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. ചായ ഇരിക്കാനൊക്കെ അടിപൊളി സാധനമാണ്. തന്നെ ചായ ഇരിക്കാം. നാരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റടി. ഈ നെറ്റ് ക്യാപ്പ്, ചെറിയ നെറ്റ് ക്യാപ്പ്, ചെറിയ സുശീല. ചക്കനെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കോമഡികൾ, അല്ലേ ചക്കൻ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ കോമഡികൾ പറയണത്. ടെൻഷനൊന്നും കയറേണ്ട ആവശ്യമില്ല. ഈ സാധനം വീണ്ടും കിട്ടി. ഇതൊന്നും ഇട്ട സാധനമാണ്. പ്രസവത്തിന് ഇതേമാതിരി ഇട്ടാണ്. എന്ത് പറഞ്ഞു? ഉറുമ്പ് അല്ല ഉണ്ടായിരുന്നുള്ളൂ. അല്ല, മിന്നൽ വള കയ്യിലിട്ട പിന്നഴകേ. പ്രസവത്തിനൊരു മിന്നൽ വള കിട്ടും. അപ്പോൾ അതേ പ്രസവം കഴിഞ്ഞ് 7 മാസമായപ്പോൾ അടുത്ത 2ാമത്തെ മിന്നൽ വള കിട്ടും. അതെ, ഇട വരാതിരിക്കട്ടെ. കാരണം മിന്നൽ വളർന്ന അത്ര സുഖമുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതായത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും സമയം എത്രയുമ്പോൾ ഫോൺ എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. സമയം 8 മണി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വാൾപേപ്പർ? രസമല്ലേ വാൾപേപ്പറിലുള്ള? 8 മണിയായില്ലേ? 8 മണി കഴിഞ്ഞു. അപ്പോൾ വന്നിട്ട് 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ കുട്ടി അവിടെ നിന്ന് മേമ വിളിച്ചോമ്മ? ഉറങ്ങി. കുട്ടി ഉറങ്ങി. അപ്പോൾ കുട്ടീനെ തൊട്ടിലിട്ട് മേമ ഉറക്കിയിട്ടുണ്ട്. അതിനെ കുട്ടീനെ നോക്കാൻ ഡിപ്ലോമ എടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ടെൻഷനൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ അടിപൊളിയായിട്ട് നോക്കിയാൽ മതി. അവരവിടുത്തെ നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വരും വീഡിയോസിൽ കാണാം. ഇതിലുള്ള അപ്ഡേഷൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഒക്കെ റാത്താൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.